ഗായ്സ്, അപ്പോൾ ഇനി ഞാൻ എൻ്റെ റൂംമേറ്റിൻ്റെ കൂടെ ഒരു ഔട്ടിങ്ങിന് പോവാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ പോയ സ്റ്റെഫനി സ്റ്റേഷനിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് വേണം ഇനിയിപ്പം അടുത്ത ട്രെയിൻ പിടിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ വേറെ റൂംമേറ്റിൻ്റെ ജോലി സ്ഥലത്തേക്ക് പോകണം. അവിടെ നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ സ്ട്രാറ്റ്ഫോർഡ് മോൾ അല്ലെങ്കിൽ O2 ഗ്രീൻവിച്ച് O2യിലേക്ക് പോകാനാണ് ഞങ്ങളുടെ പ്ലാൻ. ഇന്ന് ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നു. കുറേ നാളായി ഔട്ടിങ്ങിന് പോയിട്ട്. എല്ലാവർക്കും ഇന്നാണ് ഒരു ഓഫ് കിട്ടിയത്. അപ്പം ഇങ്ങനെ ഔട്ടിങ്ങിന് പോകാനാണ് പ്ലാൻ. ഈ ട്രെയിനിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പ് എത്തി. ഇവിടെ നിന്ന് ഇനിയിപ്പം ഇറങ്ങിയിട്ട് വേണം ബാക്കി നോക്കാൻ. സ്ഥലം തപ്പി കണ്ടിരിക്കാനുള്ളത് അതുകൊണ്ട് അങ്ങേറെ കഠിന പണിയെടുപ്പ് നോക്കിക്കണം. ചെന്നൊരു പട്ടിപ്പണിയാണ് അല്ലേ? ഏത് സൈഡിലോട്ടോ? പട്ടിയുടെ പണിയാണോ? ഇതേപോലെ ടാപ്പ് ചെയ്യോ ചെയ്ത് കാണിച്ച് ഇറങ്ങുക. ഇതാണ് പാർക്കിംഗ് സ്റ്റേഷൻ. ലൊക്കേഷൻ നോക്ക്. ഇപ്പോൾ സ്റ്റാർബക്സ് അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കുവാണെങ്കിൽ ക്യാമറയിൽ വഹാക്ക കടയുടെ പേര്. ഇങ്ങനെ തപ്പി കിടക്കണം. എന്നിട്ട് ഒരു ഗ്രൗണ്ടിലോട്ടുള്ള വഴിയാണോ എന്ന് ചോദിക്കുക. റെസ്റ്റോറൻറ്റ് തപ്പി പോ. അപ്പുറത്തെ സൈഡിൽ കൂടോ ഓട്ടം. പേര് പറയാൻ ഇച്ചിരി പാടാണ്. ഞാൻ വിളിച്ചോണ്ടിരിക്കുകയാണ്. ഇതിന് മുകളിലോട്ട് പോകണം. എവിടെ പോകണമെന്നുള്ള ഡൗട്ട് ഇങ്ങനെ നിൽക്കുക. എങ്ങോട്ടാ? റോഡിന്റെ മുകളിൽ കൂടെയുള്ള പാല്. റോഡിന്റെ മുകളിൽ സ്റ്റെപ്പ് കയറണോന്ന് ചോദിക്ക. റോഡ് ഇപ്പൊ ഇത് ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കട കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കട്ടെ. WC ആണോ കിടക്കുന്നത്? ഇതാണ് ഇവിടുത്തെ ഒരു വ്യൂ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ വ്യൂ. ഞാൻ നടക്കുകയാണ്. തപ്പി ഇന്നങ്ങനെ കിട്ടുമെന്ന് പറഞ്ഞു. ഇത് മറ്റേ ഡബിൾ ഡെക്കർ ബസ് ഓപ്പൺ ഉള്ളത്. 2 സ്പെഷ്യൽ ഉണ്ട് നമുക്കിത്. സൂം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വളരെ വൃത്തിയായിട്ടാവും. എനിക്കറിയാം. ക്യാമറ എടുത്തിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ 2 വീഡിയോ എടുക്കാമെന്ന് വെച്ച്. പക്ഷെ ഉറപ്പില്ല. സിംഹം ഫോട്ടോ എടുക്കാനുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഞങ്ങളിന്ന് ഫോട്ടോഷൂട്ടിന് ഇറങ്ങാമെന്ന് വെച്ചാണ്. പിന്നെ മൈൻഡ് സെറ്റൊന്ന് മാറി. വെട്ടം കുറവായിരുന്നു. ഇന്നലത്തെ കൂട്ടല്ല. ഇന്നലെ നല്ല വെട്ടം ഉണ്ടായിരുന്നു. എനിക്ക് ഇതന്നെ ഇന്ന് നടക്കാൻ പോകുന്നത്. ഒരു സ്റ്റോർ ബസ് നിർത്തിയിട്ടിട്ടുണ്ട് ഇവിടെ 3-4 ഇങ്ങനെ കോഴിക്കോട് വഴി വഹിക്കാം. യാക്കു നിങ്ങൾ ഇത് ഗൂഗിൾ മാപ്പ് ഇട. അതാ ഇതിലും അറിയത്തില്ലേ? വാക്കയുടെ സ്പെല്ലിംഗ് അറിയത്തില്ലേ? പഠിക്കൂ. സ്പെല്ലിംഗ്
വഹാക്ക 11 മിനിറ്റ് നടക്കും. 11 മിനിറ്റ് 5 മിനിറ്റ്. അപ്പോൾ വഹാക്കയിലോട്ടുള്ള നടപ്പ് പോണ്ടിരിക്കുന്നു 11 മിനിറ്റ്. ഞാൻ ചോദിക്കുന്നത് ബാക്കിൽ നമുക്ക് ഓവർബ്രിഡ്ജ് നടന്നു പോകണം. ഇവിടെ അവിടെ ഒരു ബ്രിഡ്ജാണ് ഈ ബസ് പോകുന്നത്. താഴെ കൂടെ സ്പെഷ്യൽ എഡീഷൻ കളറൊന്നുമില്ല. കല്ല് വെച്ചിട്ടുള്ള കടയാണ്. കല്ല് വെച്ചിട്ടുള്ള എന്ത് കട? ഇവിടെ എല്ലാം കല്ല് വെച്ചിട്ടുണ്ട്. ഈ പാലത്തെ കഴിഞ്ഞ് കാണണമെന്ന് തോന്നുന്നു. ഈ പാലത്തെ വലിഞ്ഞ് ബ്ലോക്കുണ്ട്. ബുദ്ധിയില്ലാത്തത് എന്ത്? ആ പാലത്തെ കൂടെ കയറി അവിടെ ഒരു നടക്കാൻ ഇതിലും എളുപ്പമായിരുന്നു. അതിന് ബുദ്ധിയില്ലാത്ത ജീവി. അയ്യോ ഈ വീഡിയോ തപ്പി കണ്ടുപിടിച്ച് അതൊക്കെ വഴി കൂടെ കയറി പോകുന്നുണ്ട്. ഞങ്ങള് പാലത്തിന് കൊണ്ടൊക്കെ ഞാൻ ചത്തേ. അങ്ങനെ പാലത്തിന്റെ മണ്ടക്കെത്തി. ചത്ത്. ഇവിടെ വന്നല്ല 2 ഫോട്ടോയും എടുത്ത് ഇൻസ്റ്റയിലും പോസ്റ്റ് ഉള്ളതിനൊരു ബോട്ട്. ഊബർ വിളിച്ച് ഗ്രീൻവിച്ച് പോകാനുള്ള കഴപ്പോ? അവിടെ ഇറങ്ങാൻ പറ്റുന്നു ബീച്ചില്. ആണോ? ഫെസ്റ്റിവൽ പിയറിന്റെ അവിടെ ഒന്നുമില്ല. പണിക്കാണല്ലോ. അയ്യോ നോക്കിട്ടെ നീ ഇവിടെ തന്നെയാണോ? എന്റെ പൊന്നി ദോ വഹാക്ക മെക്സിക്കൻ സ്ട്രീറ്റ് കിച്ചൺ. അതെ, കല്ല് വെച്ചുണ്ടാക്കിയ കല്ല്. ചെന്നിട്ട് പറഞ്ഞ ടു വിത്തൗട്ട് കോഫി. അതാണ് നമ്മൾ കഷ്ടപ്പെട്ട് നടത്തിച്ചത്. ചൈനക്കാരുടെ തൊപ്പി വെച്ചൊന്നും ചിമ്മില്ല. അല്ല, കല്ല് വെച്ചുണ്ടാക്കിയത്. കള്ളം കഞ്ഞൂടിയാത്ത കട. ഇതൊക്കെ എന്താ ഹേവേർഡ് ഗാലറി. നമുക്ക് എവിടെയൊക്കെ എൻട്രി ഫ്രീ ഉള്ള? അല്ല, 1.15. ഞാൻ 2 പോയിന്റിനായിരുന്നു കൊടുത്തോണ്ട് ഞാൻ നോക്കി. 1.15 ആയിരുന്നുള്ളൂ. അതൊരു പുല്ലുണ്ടല്ലേ. റെസ്റ്റോറൻറ്റ് അധ്വാനിക്കുന്ന ജനവർഗത്തിനെ കാണാൻ പോവാണ്. ഉറക്കം തോന്നുന്ന ജനവർഗം.
യൂണിഫോം ഇങ്ങനെ അടിക്കാത്ത ചായ എന്താണ് എന്തുണ്ട് മലയാളിയാ എന്താണ് പണി പണി നാട്ടിലാണോ ഈ പട്ടി വണ്ടിയുടെ എന്തിന് കിട്ടില്ല അധ്വാനിക്കുന്ന നമ്മുടെ പയ്യൻ സ്ട്രീറ്റ് ഫുഡ് നോക്കിട്ട് വരുന്നത് എല്ലാം നോക്കിട്ട് ഏതെങ്കിലും ഞങ്ങൾ അങ്ങോട്ടൊക്കെ നടന്നിട്ടൊന്ന് വരാം. അവിടെ പോയി ഇരുന്ന് കഴിഞ്ഞു. ആ അത് വാട്സപ്പിൽ എടുത്തോണ്ട് പോവാ. ഞങ്ങൾ അന്നേരം ബാക്കിയുള്ള കപ്പ എടുത്തിട്ട് വരാം. മുടി 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 ഞാൻ കണ്ടു കറക്റ്റ് ഒട്ടിച്ച് വെച്ചോണ്ട് പറക്കാൻ എന്തേലും വേണ്ടേ? ഒന്നുമില്ല. പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. എന്നെ മുതലാണ്. ഒരു പണിയില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയ ജോലിയാണ് വഹാക്കൽ. ഈ ജോലി ആണ് ട്രൈ ചെയ്ത് നോക്കി, ചിലപ്പോൾ കിട്ടും. റെക്കമെൻഡേഷനാണ്, ബാക്കി നോക്കുന്നത്. ചിലതൊരു നല്ലൊരിതാണ്. ബാർബിക്യൂ, ചുമ്മീസ് ബാർബിക്യൂ മുടിഞ്ഞ റേറ്റാ, തൊട്ട കാശ്. അതൊന്നും പിന്നെ നോക്കാറില്ല. ഇപ്പോൾ ഹെഡ് ഷെഫ് ചെക്കൻ പോകുന്ന കണ്ടോ? ജയന്റെ പാൻറ് ഇട്ടുണ്ട്. വർക്ക് പാൻ്റ് ആയിരിക്കും ചാക്കോ, കുറ്റം പറയാതെ. അവന്റെ കൂട്ടുകാരനൊന്നും പറഞ്ഞിട്ടുണ്ട്. ഇടിയോ ചവിട്ട്. പെമ്പിള്ളേർ കൊള്ളാന്ന് തോന്നുന്നു. ഓൾറെഡി ഒരു കോഴിയുണ്ട് ഇവിടെ, ഒരു കോഴിക്കുഞ്ഞിന്റെ ആവശ്യം. എന്താ ചാക്കോ നിങ്ങൾ എന്താ ഇങ്ങനെ പറയുന്നത്? ഓ ഹോ ഹോ ഹോ, മാന്യൻ എൻ്റെ അടുത്ത് പറയല്ലേ. ഇന്നത്തെ വ്ളോഗ് കിര, നിങ്ങളാണ് ഇന്നത്തെ കണ്ടന്റ്. അങ്ങനെ ഫുഡ് അടിച്ചു. കിരൺ ഡ്രസ്സ് മാറാൻ പോയി. ഏപ്രിലിനോട് വെച്ച് മാറുന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ബാക്കി നിൽക്കുന്നു. കിരണിനെ നോക്കി എന്താവും നോക്കാം. എല്ലാം കഴിഞ്ഞെന്ന് വിചാരിച്ചപ്പോ അടുത്ത സാധനം കൊണ്ടുവന്ന് തീർക്ക 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 പോവാൻ. പുട്ടല്ല പുട്ട്. ടാക്കോസ് കഴിച്ചോ? ഇല്ലല്ലോ, ടാക്കോസ് കഴിച്ചില്ലല്ലോ. ബൊറീറ്റോ, ബൊറീറ്റോയെക്കാളും എനിക്ക് ടാക്കോസ തോന്നിയത്. ബൊറീറ്റോസിനെക്കാളും എന്തായാലും വേണം ടാക്കോസ. നിങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ടാണോ അതിങ്ങനെ വട്ടത്തിലായി റോളിലേക്ക് പോയത്? വരാൻ ഇങ്ങനെ ഇരിക്കും. തൊഴി തെറ്റിക്കണോ ഞങ്ങൾക്ക് ഒരു കാര്യം ചെയ്യും. നീ നടന്ന അതുവഴി കയറിപ്പോ, അതുവഴി കയറിപ്പോ. അതാ ഒന്നുകൂടെ ലാഭം. ലണ്ടനിൽ വന്നിട്ട് ഇതുവരെ ലണ്ടനിൽ കാണാൻ പോകാത്ത ഞാനാണ്. ലണ്ടൻ ബ്രിഡ്ജ് പോയി കണ്ടു. പിന്നെ കണ്ടില്ലെന്നായിരിക്കത്തില്ല, ശ്രദ്ധിച്ചില്ല. ലണ്ടനിൽ നമ്മുടെ ചക്കൻ തോന്നി വിളിക്കുന്നു പോകാൻ. ഞാനാണ് ഒരു സ്കേറ്റിംഗ് ഇതെല്ലാം ചെയ്യുന്നത്. സ്കേറ്റിംഗ്, സൈക്കിൾ സ്റ്റണ്ട്, ഇതിനെല്ലാം ഉള്ള സ്പേസാണ്. ഫ്രീ ഇത്
നിങ്ങൾക്ക് വീഴ്ത്താഞ്ഞിട്ടൊരു സമാധാനമില്ലല്ലേ? നമ്മളിങ്ങനെയൊക്കെ ഓ, ഞാൻ വീട്ടിൽ തന്നെ വീട് ശീലിച്ചോളാം. എനിക്കറിയാം. Canon 1200D. He's basically stunned. അവനിപ്പോ അതിനോണ്ടൊക്കെ You see a silver future, and in that cotton oil, a lover beckons to you. ബ്രിട്ടീഷ് അച്ചപ്പം, ബ്രിട്ടീഷ് അച്ചപ്പം, ബ്രിട്ടീഷ് അച്ചപ്പം. ബ്രിട്ടീഷ് അച്ചപ്പം വാങ്ങുന്നോ? ബ്രിട്ടീഷ് അച്ചപ്പത്തിന്റെ റേറ്റ് 10 പൗണ്ട്. അച്ചപ്പം അല്ല, കഴിക്ക് ചാക്കു. കിരണിനെ ഒന്ന് എരികേറ്റിയാ മതി. 10,000 രൂപ. 1000 പൗണ്ടൊക്കെ സ്പോൺലൈറ്റ് കൊണ്ടുപോകാം. കേൾക്കുന്നില്ല കിര? ഓ, കിരൺ നമുക്ക് ദുബായ് സ്പോൺസർ ചെയ്യാം. അവിടെ ചെന്നിട്ടുള്ള ചെലവല്ലേ? കിര വിസ വിസയല്ല, അവിടെ ചെന്നിട്ടുള്ള ചെലവ് സ്പോൺസർ. ഞാൻ പോകുന്നവരെ ദുബായിക്ക് പോകുന്നവര് പറഞ്ഞേ. ആ, ഞങ്ങൾക്കുള്ള ചെലവ് അത് ദുബായ് മതി. ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് ഒക്കെ എടുത്തു തന്നത്. എഡിംബറക്കുള്ള എടുത്തുതരാം. എഡിംബറക്കുള്ള അത് ഞങ്ങൾക്ക് കൊടുക്കാം. 5 ദിവസം കാർ എടുക്കുന്നു പോകും. കാറിന്റെ റെന്റ് മൊത്തം കിരും കൊടുത്തോട്ടെ. എന്നാ കാർ ഇവിടുന്ന് തന്നെ ഓടിച്ചോണ്ട് പോകണം. കാർ ഇവിടുന്ന് ഓടിച്ചോണ്ട് പോകണം. ഇല്ല, കാർ ഇവിടുന്ന് ഓടിച്ചോണ്ട് പോകണം. അത് അവിടുത്തെ റേറ്റ് അറിഞ്ഞോ? പെർ ഡേയോ? വിത്തൗട്ട് പെട്രോൾ അല്ലേ? അല്ല, വിത്തൗട്ട് പെട്രോൾ. 100 കിട്ടും. മാനുവൽ എയർപോർട്ടിൽ ഇരിക്കുന്ന വണ്ടികളൊക്കെ 2024 അല്ലെങ്കിൽ 25 മോഡൽ. ഇവിടുന്ന് ഓടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പണി കിട്ടും. ഇവിടുന്ന് നൈസായിട്ട് ഓടിച്ചോണ്ട് പോയി ഒരു 5 ഡേ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുന്നെങ്കിൽ ഓരോരുത്തർക്ക് സ്റ്റോപ്പ് ചെയ്ത സ്ഥലം കണ്ടുപോകുന്നതായിരിക്കും നല്ലത്. ബിഗ് ബാൻ തോടും പാടും മാത്രമേ ഉള്ളൂ. പിന്നെ ഇതാണ് ഇവിടുത്തെ ഏറ്റവും പെണ്ണ് കിട്ടാത്ത കോഴി, പെണ്ണ് കിട്ടിയിട്ടുള്ള കോഴി, സിംഗിൾ കോഴി. അയ്യോ, മുട്ടത്തോടും പൊട്ടി മുട്ടിന്റെ തോടും പൊട്ടാറായ പ്രായമായില്ലേ നിങ്ങൾക്ക്? എടോ, ഈ 0.5 വരുന്നില്ല. ലണ്ടൻ എന്നെ കൂടെ കൊണ്ടുപോടും. ടിക്കറ്റ്
എവിടാ? വ്ളോഗർ സ്പോൺസർ ചെയ്യും. വ്ളോഗർ പാപ്പനാണ്. കാശുണ്ടായിരുന്നു ഞാൻ വ്ളോഗ് ചെയ്യാൻ ഇറങ്ങുമോ? $15 ഉണ്ട്. ഫാസ്റ്റ് ട്രാക്കിന്റെ കൂടെ 15 ഉണ്ട്. നീ കേട്ടില്ല? ഇത് എക്സിറ്റ് ഒള്ളിയാ. ഇത് ഫോട്ടോ എടുത്ത് മാത്രമേ ഉള്ളൂ. ടിക്കറ്റിന്റെ ആ കോച്ചിന്റെ അടുത്ത് വെച്ചോക്കാം. ഫൈനലി കണ്ടു. ടിക്കറ്റിന്റെ അറിവ് വെച്ചോക്കട്ടെ. ടിക്കറ്റ് ദിസ് വേ. അപ്പോൾ ഇവിടെ മൊത്തം സെൽഫ് ടിക്കറ്റാണ്. ബൈ ടിക്കറ്റ്, സിംഗിൾ അട്രാക്ഷൻ. ലണ്ടനായി 42 പൗണ്ട്. അപ്പോൾ ഗൈസ് അത് മുമ്പിട്ടുണ്ട്. 42 അല്ല, 47. ലണ്ടനായി കഴിഞ്ഞില്ലേ? വാ നടക്കാം. ലണ്ടൻ ഡഞ്ചൻ. കിര ദ ലണ്ടൻ ഡഞ്ചൻ എല്ലാ ക്യാമറയിലുണ്ട് കേട്ടോ. എനിക്ക് പല പല ഡഞ്ചൻസും അറിയാം, എല്ലാ ഓടുവഴികളും എല്ലാ കാട്ടുവഴികളും അറിയാം അല്ലേ? പഴച്ച ചറക്കാൻ കൂട്ടുകയല്ല, നീ കൊച്ചുമഴ മുതുകോഴിയുണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ ഇവിടെ കയറുന്നത് ക്യാബിൻ 35 പൗണ്ടോ? യാഹു £35. ചില്ലറ കഴപ്പല്ലല്ലോ ഗിര, 35 പൗണ്ടിന് അതെടുക്കാഞ്ഞിട്ട്. പാലം അപ്പൊ അതും നടക്കത്തില്ല. ഈ പടമല്ല, ഇതൊരു ഇതാണ്, എനിക്കൊന്ന് എക്സ്പീരിയൻസ് ആണ്, വോക്ക് ത്രൂ ആണ്. ഇമേഴ്സ് ഡാർക്കസ്റ്റ് ഹിസ്റ്ററി ഓഫ് ലണ്ടൻ. ഡാർക്കസ്റ്റ് ഹിസ്റ്ററി കണ്ട് കിടക്കാം, കയറി കിടന്ന് കാണാം. ജാക്ക് ട്രിപ്പ് ഈ സംഭവം. പക്ഷെ ടിക്കറ്റ് നോക്കിയപ്പോൾ 3500 രൂപ ഒരാൾക്ക്. എടുക്കാനുള്ള ചാൻസ് കുറവാണ്, കാരണം എല്ലാം പാപ്പരാണ് ഇവിടെ. ഞങ്ങളെല്ലാം പാപ്പരാണ്, അട്ടാർ പാപ്പരാണ്, ഒന്നും ചെയ്യാനില്ല. അപ്പം ഇനിയിപ്പോൾ ഞങ്ങൾ O2 പോയാലോ എന്ന് പ്ലാൻ ചെയ്യാം. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കുറച്ചുകൂടെ കറങ്ങി കിടക്കും. എന്നിട്ട് O2 പോകണം. O2 പറ്റുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ ഗെയിമിംഗ് യൂത്തിലും പിന്നെ മറ്റേ ടേബിൾ പൂള് കളിക്കാനും പ്ലാനുണ്ട്. പിന്നെ നോക്കട്ടെ. കിരണിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം പറ. നല്ല വൃത്തികെട്ട അഭിപ്രായം. ഫുള്ളായിട്ട് പറ, ഡീറ്റെയിൽ ആയിട്ട് പറ. വേണ്ട ജാക്സണിനെ പറ്റിയുള്ള അഭിപ്രായം പറ. അതെന്താ ഇല്ല, അഭിപ്രായം പറയാനുള്ള മുതലില്ലാത്തോണ്ട്. ഇന്നലെ നമ്മളെ പീഡിപ്പിച്ച വീഡിയോ ഞാൻ കാണാത്തതുകൊണ്ട് എനിക്ക് എല്ലാ കൂട്ടത്തിലും കാണും എപ്പോഴും കോളിലുള്ള ഒരു സാധനം എന്തോ നടന്നു വരുന്നു. ഞങ്ങൾ രണ്ടുപേരും സിംഗിൾ പക്ഷികൾ ഇങ്ങനെ പോയി നോക്കി നടക്കുന്നു. ഇതുപോലെ സിംഗിൾ നടക്കുന്നു, കോളി നടക്കുന്നു. ഇതാണ് ബിഗ് ബെൻ. കാണാൻ പറ്റുമെന്നു സാധനം ഇതാണ്. വെസ്റ്റ്മിൻസ്റ്റർ സ്റ്റേഷൻ. അപ്പൊ എവിടുന്ന് മണ്ടേ കൂടെ കയറി നടക്കണോ?
ബേക്കറി. അല്ല ഇതിന്റെ അടിയിൽ എന്താ സംഭവം? പോയാലോ യാക്കു, ഇതിന്റെ അടി കൂടെ കയറി പോന്നോ? ഇത് അടി കൂടെ ബാ ബാ ബാ. ഏതൊക്കെയൊക്കെ കിരം പറയുന്നത് ഏതൊക്കെയൊക്കെ ഗുഹയിലോട്ട് കയറുന്നുണ്ട്. വിശ്വസിക്കാൻ പറ്റാതെ ക്യാമറ ഇങ്ങോട്ട് തന്നെ വെച്ചേക്കാം. ചിലപ്പോ കൊഞ്ചറിങ്ങിലൊക്കെ പ്രേതം വരുന്ന സർപ്രൈസ് അറ്റാക്ക് ആണ് ഉണ്ണിയുടെ. അപ്പൊ അത് വിശ്വസിക്കാൻ പറ്റില്ല. ഇതോ പുറകെ വേറെ ഒരുങ്ങുക. ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ സ്പോട്ടാന്ന് കേട്ടോ. നോക്കട്ടെ. ഓ ബിഗ് ബാനുമായിട്ട് നിന്ന് എടുക്കാനാണോ? ഇവിടെ നാട്ടിലെ ഓട്ടോറിക്ഷ, ഇവിടുത്തെ ഓട്ടോറിക്ഷ പ്രൈസ് ലിസ്റ്റ് ഉണ്ട്. ഇവിടെ പോണേലും എത്ര UK ഓട്ടോറിക്ഷ. ഇങ്ങനെ ബിഗ് ബെന്നിൻ്റെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ കുറച്ച് ഫോട്ടോസ് അവിടെ താഴെ പോയി എടുത്തു. ഇപ്പം നിങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക. ആംബുലൻസ്, ഇവിടുത്തെ ആംബുലൻസ് കളർ ഏതാ? ഗോൾഡൻ. ഇതിനൊക്കെ പിക്ക് എടുത്താൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ ക്യാമറ ഇട്ടാൽ വെച്ചു എടുക്കുന്നു. ഇല്ല ഇത് പറഞ്ഞു തരാൻ ആഗ്രഹമുള്ള ഒരാളാണ്. അല്ലല്ല പറഞ്ഞു മോന്തക്കല്ല, അങ്ങോട്ട് നോക്കും. ഇതാണ് ക്യാൻഡിലിവർ. ഈ സാധനം സാധനമാണ് ക്യാൻഡിലിവർ. ലോകത്തെ ഏറ്റവും വലിയ ക്യാൻഡിലിവർ ഫസ്റ്റ് എയിം. അപ്പൊ രണ്ടാമത്തെ ഇത് ആദ്യത്തെ ഇത് ലോകത്തെ ഏറ്റവും വലിയ ക്യാൻഡിലിവർ. പക്ഷെ ലോകത്തെ ഏറ്റവും വലിയ ഫെറിസ്വീൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണോ ആകാശത്ത് വെയിറ്റ് മൊത്തം സപ്പോർട്ട് ചെയ്യുന്ന ഇങ്ങനെ എനിക്കിത് പറഞ്ഞു തരാൻ പറ്റിയില്ല. ഭയങ്കര വിഷമമായിരുന്നു. കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പണിക്ക് പോയാൽ ശരിയാവൂല ഇതിനെയൊക്കെ കൊണ്ട്. ഫ്രണ്ടിൽ ഒരെണ്ണം മിണ്ടാതെ തീവണ്ടി ഞാൻ വിളിച്ചില്ലല്ലോ തീവണ്ടിന്ന്. അതല്ല മറ്റേത് പോയിട്ട് ഇത് സ്ലോ മോയി മറ്റേ ഇത് ചെയ്യുന്നത് ഇറക്കി വിടുന്നു. അതിന്റെ വീഡിയോ എടുത്തിട്ട് സ്ലോ ആക്കി നമുക്ക് തരുക. ചെയ്തതാണ് ഇത്. നമ്മുടെ ആക്ടിവിറ്റീസ് ഇല്ലേ, ബിസ്ക്കറ്റ് ഇതിന്റെ മെയിൻ സാധനമാണ് കോള എന്ന് പറയുന്നത്. ഫൈനൽ ബിഗ് ബാൻ. ബിഗ് ബാൻ ബോസിന്റെ കൂടി വറക്കുന്നു. കഷ്ടപ്പെട്ട് ഇവിടെ എത്തി, നടന്നെത്തി. മുടി പറക്കാനില്ലാത്ത അല്ല ഞാൻ മുടിയെ പറ്റി പറഞ്ഞു കൊടുക്കണേ. കുറച്ചു മുമ്പ് വിട്ട മുടിയുടെ ഭാഗത്ത് ഞാൻ തുടങ്ങണോ? പറന്നു പോകാൻ പോലും ഒന്നും ഇല്ലെന്നുള്ളൊരു ഡയലോഗ് അടിച്ചില്ലായിരുന്നു. അതിന്റെ ബാക്കി ഞാൻ പിടിക്കണോ? എന്തുകൊണ്ട് പറന്നു പോകാനില്ലാത്ത? നിങ്ങളുടെ തലയിൽ പറന്നു പോകാനുള്ളതൊന്നും ഉണ്ടാക്കി വെച്ചേക്കുന്നേന്നും. എടോ ഉച്ചി ഒരു തേങ്ങയില്ലാത്ത അത് മറയ്ക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇത്രയും നീട്ടി വളർത്തേക്കുന്നത്? ഞാൻ മുട്ടയടിച്ചിട്ട് ഇപ്പൊ തിരിച്ച് കിളുത്തു വന്നേണോ? കഴിഞ്ഞ വർഷം മുട്ടയടിച്ച കഥയും ഡിസംബറില് ഞാൻ മണ്ടയ്ക്ക് നടക്കാൻ പോകുന്ന കുറച്ചാൽ കഴിയുമ്പോൾ ഇവന്റെ അക്കൗണ്ടിൽ നിന്ന് വേറൊരാൾ പോകും. അങ്ങനെ വ്ലോഗ് ചെയ്യാതിരിക്കാൻ ഞാൻ ശ്രമിക്കോടോ. എൻ്റെ ഫോൺ ലോക്ക് ആയി കഴിഞ്ഞാൽ മറ്റേ പാസ്വേഡ് മാറ്റണേലും ഇതിനും എല്ലാത്തിനും എന്തുവാ സെക്യൂരിറ്റി ഡിലേ ഉണ്ട്. ഉണ്ട്, റെവല്യൂട്ടിൻ്റെ ഉണ്ട്. റെവല്യൂട്ടിൻ്റെ ഉണ്ട്. റെവല്യൂട്ടില്
എൻ്റെ അക്കൗണ്ട് പ്ലസ് അക്കൗണ്ടാണ്, നോർമൽ അല്ല. ഞാൻ എപ്പോഴും ഓഫർ വന്നപ്പോൾ ഫ്രീ ട്രയലും ഇതെല്ലാം വന്നപ്പോൾ എടുത്തായിരുന്നു. അത് തന്നെ ഞാൻ കണ്ടിന്യൂ ചെയ്യുക. 3.5 അതിൽ ട്രാവൽ ഇൻഷുറൻസും 3.5 പോണ്ട്. ടെസ്റ്റ് ഇതുമെല്ലാം അതിനകത്തുണ്ട്. അതല്ലേ ഞങ്ങൾക്ക് ലാഭം. ടെസ്റ്റ് ഇതുമല്ല അതിനകത്ത് 3.5 പോണ്ടിലുണ്ട്. ഫ്രണ്ടില്ല ലണ്ടൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ സാധനം നടത്തില്ല. താഴെ പണ്ടത്തെ ലണ്ടനിലല്ലോ പോയി. നിങ്ങൾ സ്റ്റേഷൻ്റെ അകത്തോട്ടാണോ കയറ്റുന്നത്, ഞങ്ങളെ പാർലമെന്റിലോട്ടാണോ കയറ്റുന്നത്? പാലസ് ഓഫ് വെസ്റ്റ്മിനിസ്റ്റർ. വെസ്റ്റ്മിനിസ്റ്റർ സ്റ്റേഷൻ. ഗ്രൗണ്ട് ട്രീറ്റ്സ്, ആർക്കെല്ലാം ട്രീറ്റ്സ് വേണം? യൂറോ എക്സ്പ്രസ്, ഇത് ഇവിടുത്തെ ഫസ്റ്റ് ഇത് സ്റ്റാർബക്സ് പോലത്തെ സാധനമാണ് യൂറോ എക്സ്പ്രസ് കോഫി. അങ്ങനെ ഞങ്ങൾ വെസ്റ്റ്മിനിസ്റ്റർ സ്റ്റേഷനിൽ കൂട്ടാ എന്റെ കാർഡ് ടാപ്പ് ചെയ്യുമ്പോൾ ഡിക്ലൈൻ ആണ് വീഡിയോ എടുത്തത്. എന്റെ കാർഡ് ടാപ്പ് ചെയ്യുമ്പോൾ ഡിക്ലൈൻ ആണ്. ആരുടെ കാർഡ്? നിങ്ങളുടെയോ? പൈസ ഒരു പൈസ ഇല്ല പോലും പൈസ ഇല്ല. വിഷമടിച്ച വീട്ടം സ്വീകരിച്ച് ഞാൻ നിന്റെ ആത്മഹത്യ ചെയ്തത്. എൻ്റെ ബാലൻസ് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ 10,000 ഇതൊക്കെയാണ് ഇവിടുത്തെ ട്രാവലിന് വേണ്ടത്. 10,000 രൂപ അങ്ങോട്ടാ. കട ലിൻഡറിൽ ഒക്കെമിക്ക സാധനങ്ങളും കിട്ടും. ചേച്ചി നാട്ടിൽ പോയപ്പോൾ ലിൻഡോറിൻ്റെ ഇത് വാങ്ങിച്ചു കൊടുത്തോണ്ട്. ഇത് നല്ല പിസ്താഷ്യോ സീൻസാണ്. കഥ നമുക്ക് പിന്നെ വായിച്ച് പഠിക്കാം കേട്ടോ. ചുമ്മാറ്റാ ഇതാണ് ഇങ്ങനെ കൊണ്ടുള്ളൊരു പ്രശ്നം. എൻ്റെ പൊന്നി ചെക്കുമ്പോ നമുക്കിനി ഇവിടെ ചെല്ലണ്ടേ? ഒറ്റ ചെല്ലണ്ടേ ഇപ്പൊ? നല്ല നല്ല സാധനങ്ങളുടെ റേറ്റ് കണ്ടായിരുന്നു. അല്ല നല്ല നല്ല സാധനങ്ങളുടെ റേറ്റ് കണ്ടായിരുന്നു. അവിടെ ആകപ്പാടെ 3 പൗണ്ടിനുള്ളതെന്ന് പറഞ്ഞ് ഇങ്ങേ അറ്റത്തിരിക്കുന്ന ഏതോ ഒരു സ്റ്റാൻഡാണ്. ബാക്കി എല്ലാം 5 പൗണ്ടിന് മുകളിലാണ്. ഈ ഡയലോഗ് പറയല്ലേ, ക്വാളിറ്റി ഉള്ള സാധനങ്ങൾക്ക് റേറ്റ് കൂടുമെന്നുള്ള ഡയലോഗ്. ആ ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനം ആ സ്ഥലത്തിന്റെ വില കൊണ്ട് മാത്രം റേറ്റ് തരും. ലെഫ്റ്റോ റൈറ്റോ? റൈറ്റ് റൈറ്റ് റൈറ്റ്. അല്ല നമ്മള് ജൂബിലിയിലേക്ക് ഇതിന്റെ സ്പീഡ് എന്താ? പതുക്കെ പോകും. എന്നാലേ എനിക്ക് നിങ്ങളെ ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റും. മൂന്നെണ്ണം വരിയായിട്ട് പോവാ. അടുത്തടുത്ത് ജൂബിലി ഈസ്റ്റ് ബോണ്ട്. നമുക്ക് ഈ ഈസ്റ്റ് ബോണ്ട് അത് തന്നെ. ഈസ്റ്റ് ബോണ്ട് 3 തന്നെ. അതാണ് സ്റ്റെഫ്. നേരെ സ്ട്രാറ്റ്ഫോർഡ്. എന്തിനാ പോകുന്നത്? സ്ട്രാറ്റ്ഫോർഡിലേക്ക് പോകുന്നത് ആ വഴിയല്ല, ഇത് തിരിച്ച് സ്ട്രാറ്റ്ഫോർഡിലേക്ക് വന്നിട്ട് നമ്മൾ നോർത്ത് ഗ്രീൻവിച്ചിൽ ഇറങ്ങുന്നു. ടാപ്പിന്റെ ദയനീയമായ അവസ്ഥ. ഓരോ സ്റ്റേഷനും ഓരോ
ഓരോ സ്റ്റേഷനും ഓരോ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഡോറുണ്ട് സെപ്പറേറ്റ് സേഫ്റ്റി. ട്രെയിൻ എവിടെ വരുന്ന നോക്കട്ടെ. അവിടെ പോകുന്ന വിട്ട അവിടെ ട്രെയിൻ അവിടെ നിന്നാണ് വരുന്നത്. അവിടെ നിന്ന് വരുന്നത്. ഹൗസ്ഫുള്ള് ട്രെയിൻ. എന്തിന് നിങ്ങൾക്ക് തണുക്കൊന്നും തോന്നിയിട്ടല്ലേ ചാക്കോ? Change here for Circle and District Line. Exit here for Westminster Abbey and Houses of Parliament. ചാക്കോനെ കയറ്റിയില്ലെന്നു തല പോകണം നോക്കാം. ഒരുമിച്ച് കയറി ചാക്കോനെ മാത്രം ഒരു മൂലക്കോട്ട് മാറ്റി. ഒന്നുമില്ല നിസാരം. സ്റ്റേഷൻ സീറ്റ് കിട്ടിയിരുന്നോ? സീറ്റ് കിട്ടിയിരുന്നോ? എന്ത് എന്ത് കിര 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 നമുക്കൊരു ഡിബേറ്റ് വെക്കാം. ആട്ടുന്തോലിട്ട കുറെ കോഴികൾ കൂടെ ഉണ്ട്. അതിനെ പറ്റി എന്താണ് നിങ്ങളുടെ ഡിബേറ്റ്? മാന്യതയുടെ മുഖം മൂടിയിട്ട് അത് മാറിക്കഴിയുമ്പോൾ അതിനകത്ത് വന്നൊരു കൊടി ഭീകരനാണ് ഇറങ്ങി വരുന്നത്. ഭീകരൻ ഓൺ ക്യാമറ ഭയങ്കര മാന്യനാ. ഓൺ ക്യാമറ റിയൽ ലൈഫിലും ഉടായ്പകളിലെല്ലാം മാന്യനാ. പക്ഷെ പണി ഈ ചില കൂട്ടുകാരില്ലേ, നമ്പന്മാരില്ലേ നമ്മുടെ പബ്ജിയില് ഒളിച്ചിരിക്കുന്ന പോലെ ഓ ഞങ്ങളുടെ പബ്ജിയിലൊക്കെ ഉണ്ട് കേട്ടോ. കാണണേ വെറൈറ്റിയാ. ഒളിപ്പോരാളിയുടെ ഒളിക്കളിയും നെഞ്ചും പിരിച്ച് ചെല്ലുന്ന സ്ട്രാറ്റജിക്കൽ ചീത്തവിളി ഒന്നും നടക്കാറില്ല. വേറെ കുഴപ്പമൊന്നുമില്ല, ഒന്നും നടക്കാറില്ല. ഞങ്ങൾ പബ്ജി കളി ആദ്യം തന്നെ ചാവുന്ന സ്കോഡ് ഞങ്ങൾ. എൻ്റെ മാച്ച് ഇതാണ് O2 സ്റ്റേഷൻ, ജൂബിലി ലൈൻ. ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അടുത്തത് ഞങ്ങൾ O2-ന്റെ ഫ്രണ്ടിലെത്തിയിരിക്കുന്നു. ഇവിടുത്തെ ഏറ്റവും വലിയ മാൾ, ഇവിടുത്തെ ഏറ്റവും വലിയ മാള് സ്ട്രാറ്റ്ഫോർഡ് അല്ലേ? O2 സെക്കൻഡ് അല്ലേ? Only small bags less than A4 size are allowed inside the arena. You can leave your backpack in the bag drop facility next to the venue entrance. Fees and conditions apply. നിങ്ങളുടെ സ്കൂൾ ബാഗ് അല്ലേ? If you have any questions about your bag policy. എൻ്റെ ക്യാമറ ബാഗ് പോവാ. ആ വെക്കണം വെക്കണം. ഈ മോളിൽ എയർപോർട്ടിലെ കൂട്ടത്തെ സിറ്റിങ്സ് ഉണ്ട്. ബാഗ് കൊടുത്തിട്ട് ബാഗ് കളക്ട് ചെയ്യണം. ക്യാമറ കിട്ടി. ഞാക്കോ തട്ടിക്കോ വലിച്ചേട്ടാ. അങ്ങനെ ബാഗും കിട്ടി. കിരൺ മോൻ എന്ത് ചെയ്യേ? ആ അതോ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഡയാനറ അവിടെ കയറിയിട്ട് പോലും എന്തായാലും പൂളിന് സമയമുണ്ട്. കിര ഇത് ഇവിടുത്തെ വെർജിൻ മീഡിയയുടെ ഒരു ഗെയിം പാഡിൻ്റെ ഇതാണ്. ഇപ്പോൾ ഇവിടെ കയറി നമുക്ക് ഫ്രീ ആയിട്ട് വേണം ഗെയിമിങ് എക്സ്പീരിയൻസ് ഒക്കെ എടുത്തിട്ട് പോവാം. ലൈക്ക് ഫോർസ് ഹൊറൈസനും അതും ഇതൊക്കെ നോക്കിയിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഗ്യാസ് റെഡ് ലൈനിൽ കൂടെ ക്യൂവിൽ കയറേണ്ടായിരുന്നു.
ഒരെണ്ണത്തിന്റെ സംസാരം കഴിയുമ്പോൾ അടുത്ത മുതൽ ഗോളിൽ കയറി. കൊള്ളാ നിക്ക്. ഉറക്കോ? ചവിട്ടി മാറ്റിയാ മതിയോ? മര്യാദയ്ക്ക് അവിടെ കിടന്ന് ഉറങ്ങിയ ഞാൻ. ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഫുള്ള് നോക്കട്ടെ ഏതൊക്കെ ഗെയിം കിട്ടുമെന്ന് കാണിക്കാം. ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണിത്. നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് കയറിയിരിക്കുന്നു. ഇവിടെ സ്റ്റാർ വാർസിൻ്റെ കാർഡ് ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രീ ആയിട്ട് കാർഡും കൊടുക്കുന്നുണ്ട്. നമ്മൾ സ്റ്റാർ വാർസിൻ്റെ പ്ലേ കാർഡ് മറ്റേ പോക്കുമോൻ്റെ ഒക്കെ കാർഡ് കൂട്ടത്തെ. ഇത് ഒറ്റും തന്നെ സ്പോൺസർഷിപ്പ് വെർജി മീഡിയ അല്ലേ? വെർജി മീഡിയ ഗെയിംസിൻ്റെ വെള്ളമാണ്. നോ ഫുഡ് ഓർ ഡ്രിങ്ക് എന്നാ നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കുന്ന ജ്യൂസ് കണ്ടില്ല. ഇനിയും ഉണ്ടല്ലോ. ഇതാണ് ഇവിടുത്തെ സെറ്റപ്പ്. കാണാം. ഇതുപോലെ ഇങ്ങനെ ഇത് കിട്ടും. സീനാണ്. ഫുൾ എക്സ്ബോക്സിൻ്റെ ഇതിലാണ്. കാർ റേസ് എല്ലാം ഉണ്ട്. ഡെഡിക്കേറ്റഡ് ഹെഡ്സെറ്റ് തരും, ഇത് തരും, കർവ്ഡ് ഡിസ്പ്ലേ തരും. ഓക്കെ, എന്താണ് എനിക്ക് മാത്രം ബ്ലാക്ക് ആൻഡ് പോവുക? 3 ഇവിടെ ഉണ്ട്. 1, 2. ഞാനിവിടെ ഹെഡ്സെറ്റ് എടുത്ത് വെക്കാം. ഇവിടെ കിട്ടിയ നമ്മൾ ഫിഫയല്ലേ. ഇവിടെ F1 എടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും കളിക്കാനാണ് പ്ലാൻ. അവിടെ ഓൾറെഡി ഒരാൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. ഹോൾഡ് ചെയ്യാനൊന്നുമില്ല, അല്ല ഞാൻ ഹോൾഡ് ചെയ്ത് പിടിക്കായിരുന്നു. അപ്പോൾ ഗെയിം കളി കഴിഞ്ഞിട്ട് കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചത്ത് കഴിഞ്ഞാൽ ഇത് ഇടാം, ടെക്സ്റ്റ് ഇടാം. എന്തായാലും പ്ലെയർ തുടങ്ങി മൂവി മോഡാണ്. സെയിം സാധനം എൻ്റെ അടുത്ത്. ഞാൻ ക്യാരക്ടർ വേറെ എടുത്ത്. ഞാൻ ഏതോ ക്യാരക്ടർ എടുത്തു. ഞങ്ങളുടെ കരിയർ മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട്. എന്താവെന്നറിയാം. പൊട്ടിയാലും പൊട്ടിയില്ലല്ലേ, നമുക്ക് നോക്കാം. വർക്ക് സ്റ്റേഷൻ ഫോർമുല 1 റേസ് തുടങ്ങിയിരിക്കുന്നു. ബഹ്റിൻ ഗ്രാൻഡ് ക്ലൈമാക്സ്. ഇനിയിപ്പോൾ പക്ക കളിയുടെ മൂഡിലോട്ട് കയറും. രണ്ട് ഹെൽമെറ്റൊക്കെ വെച്ച് ഫുള്ള് സെറ്റാവുന്നു. അങ്ങനെ മാച്ച് കഴിഞ്ഞു. എന്താ വലിയ പണമൊന്നുമില്ലായിരുന്നു. കാരണം എന്തുവാ എനിക്കും കിരണോ എൻ്റെ ഫസ്റ്റ് റൗണ്ട് പോലും കയറാൻ പറ്റിയിട്ടില്ല. ഒന്നാമത്തെ കാര്യം ഞാക്കോടെ സോളോ കളിച്ചുകൊണ്ടിരിക്കും. ഞാൻ ബാഗ് എടുക്കണം, ക്യാമറ ബാഗ് എടുക്കാൻ പോയില്ല. പിന്നെ തിരിച്ച് കയറാൻ നല്ല പാടായിരുന്നു. ഇറങ്ങിപ്പോകാൻ എന്ത് എളുപ്പം അല്ലേ കേൾക്കും. കയറാൻ നല്ല പാടായിരുന്നു, ഇറങ്ങിപ്പോകാൻ എന്ത് എളുപ്പം. കാശിന് കൊള്ളാത്തതിൻ്റെ അല്ല ഇത്. കിര ബുദ്ധിയില്ലാത്തവനെ കോഴി കിരാന്ന് വിളിച്ചാൽ കേൾക്കല്ലേ, കോഴിന്ന് വിളിച്ചാൽ കേൾക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം എന്തുവായിരുന്നു ഗെയിമിനെ പറ്റി? മോശം, വളരെ മോശം. ലോഡ് പോയില്ലല്ലോ പ്രോപ്പർ 20 മിനിറ്റില്.
20 മിനിറ്റ് അവിടെ കിടന്ന് കറങ്ങി കളിച്ചോണ്ടിരിക്കുമായിരുന്നു കൊട്ട ഗെയിം. അപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തൂടെ അടുത്ത പൂളല്ലേ ഇതിന് നല്ല നമ്മുടെ മറ്റേ റൈസ് 1 പൗണ്ടിൻ്റെ. ആ 1 പൗണ്ടായിരുന്നു 3 NFC പോയാലോ? NFC വരുന്നു. അതെന്ത് പറ്റി കിട്ടുമെന്ന് തിരിച്ചു കയറിയിട്ട് NFS തന്നെ കളിക്കാം. ഞായറാഴ്ച എടുത്ത മണ്ടത്തരമായി പോയി അല്ലേ ഗിര? തിരക്ക് കേട്ടോ ഗൈസ്, ഇതാണ് ഇവിടുത്തെ തിരക്ക്. ഏറ്റവും മോളിൽ എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. മറ്റേ സ്കൈയുടെ ഇതില്ലല്ലോ, സ്കൈഫോൾ ഇല്ലേ, മറ്റേ ഫ്രീ ഫോൾ, അതിൻ്റെ എക്സ്പീരിയൻസ് ഇവിടെ ചെയ്യാം. അതിനുള്ള എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. വണ്ടിയിൽ യാർപ്പയാ മണ്ട വാർത്തയൊന്നുമല്ല. ഇത് വെച്ച് എല്ലാം കമ്പി ഇതൊക്കെ വെച്ച് സ്റ്റീൽ ബൈൻഡിങ്ങും ഒക്കെ വെച്ച്. പിന്നെന്താ പിന്നെ ജിമ്മീസ്, കുറേ റെസ്റ്റോറൻറ്റും അതും ഇതൊക്കെ ഉണ്ട് ഇവിടെ. അതെല്ലാം ഉണ്ട്. ഞങ്ങളിങ്ങനെ നടക്കുന്നു. ജാക്കു കിര, ഈ ഫ്രെയിമിൽ എവിടെയെങ്കിലും നിങ്ങൾ ജാക്കുവിനെ കാണുന്നുണ്ടോ? അതോ വരുന്നു. ഇതിൻ്റെ അകത്ത് വേപ്പ് വലിക്കാൻ പറ്റില്ല. ഫയർ അലാം അടിപ്പിച്ച് ജാക്കു. അപ്പം ഇപ്പോൾ ഒരു ഫയർ അലാം അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരവാദികളല്ല കേട്ടോ. വേപ്പ് ഇത് സിനി വേൾഡ്, ഇവിടെ സിനിമയെല്ലാം കാണാം നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ തിരക്കി കൂടെ ചുമ്മാ നടക്കുന്ന പൂളും തപ്പി പൂളിൻ്റെ അവിടെ എത്തി. ഈ മാർക്കറ്റൊക്കെ ഉണ്ട് ഗ്രീൻവിച്ച് ഇരിക്കുന്നില്ല. പൂളി തന്നെ മണ്ടയ്ക്ക് അങ്ങോട്ടല്ലേ? അപ്പുറത്ത് നടക്കുക. അതാണ് ഞാൻ പറഞ്ഞ ഐഫ്ലൈ എന്ന് പറയുന്ന സാധനം. മറ്റേത് ഇതിനകത്ത് തന്നെ ചെറിയ ഓപ്പനകത്ത് സാധനത്തിനകത്ത് തന്നെ ഇട്ട് നോക്കി പറക്കുന്നതിൻ്റെ എക്സ്പീരിയൻസ്, ലെവിറ്റേറ്റിംഗ്, ഇത് ലെവിറ്റേഷൻ്റെ എക്സ്പീരിയൻസ് കിട്ടുന്നു. പക്ഷെ 10,000 രൂപ ഒരാൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന്. അത്രയ്ക്ക് സോക്കേട് നിലവിൽ ഞങ്ങൾക്ക് ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇതുവരെ കയറിയിട്ടില്ല. ഏതായാലും കാലത്ത് കാശ് ഉണ്ടാക്കുന്ന സമയത്ത് കയറും. ബണി അത് മനുഷ്യനുണ്ടോ? കോൺസേർട്ട് എന്തെങ്കിലും നടക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ തിരക്കണം. പൂള് കിട്ടുമെന്നുള്ള കപ്പലിൽ മേളത്തെ പൂളാണോ നോക്കുന്നത്? ഞാക്കു താഴെ അല്ലല്ലോ. മോളി പൂള് പെയ്ഡാ. താഴെ മറ്റേ ഒരു വെറുതെ പോയി പൂളിൽ നിന്ന് കുത്തി കളിക്കാൻ പോകുന്നു. ഏറ്റവും ടോപ്പ് നിലയിൽ പൂള് വർക്ക് വന്നേക്കുന്നു. ഇവിടെ എന്തോ കോൺഫറൻസ് ഉണ്ട്, അപ്പോൾ എൻ്റെ ക്യൂ പിന്നെ അത്യാവശ്യം ഇവിടുത്തെ ഫുഡിങ്ങിൻ്റെ വിധത്തിലും നല്ല ക്യൂ ഉണ്ട്. ഇവിടെ ക്ലോസ്ഡ് ആണോ നോക്കണം. ഇതാണ് എൻട്രി. ഇവിടെ ഫുട്ബോളും ഇതെല്ലാം ഉണ്ട്, നല്ല കലയുണ്ട്. ആൾക്കാരുടെ പരിപാടി നടക്കുന്നുണ്ട്.
So let's take a look at what all of that means then as far as the table is concerned. It is a big 3 points for Chelsea because it means the gap between themselves, Nottingham Forest and Aston Villa and England, think that possibly second place might start to come into paper. Only 3 points left. ഫുട്ബോൾ മാത്രമേ ഉള്ളൂ. ഫുട്ബോൾ മാത്രമല്ലേ ഉള്ളൂ? ഫുട്ബോളില്ല. You are down at the bottom. It was a point for Tottenham, a defeat for Manchester United. So Tottenham. എനിക്ക് ഡൗട്ട് താഴെ നമ്മുടെ ഗെയിം കളിക്കുന്ന സ്ഥലത്താണ് സ്കൂൾ കിട്ടിയില്ല. ഞങ്ങളിങ്ങനെ തിരിച്ച് പോകാനുള്ള പ്ലാനിങ് ആണ്. തിരിച്ച് പോകാനല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നോക്കണം. സ്കൂളില്ല എന്തായാലും. താഴെ പോസ്റ്റായിട്ട് ഇപ്പം എങ്ങനെ താപ്പോട്ടങ്ങ് ഇറങ്ങിയാൽ പോരെ? എന്തായാലും ഒരു ഫ്ലോർ ഇറങ്ങി. ഗ്രൗണ്ട് ഫ്ലോറിൽ കിരണ്ണ മേലെ വാഷ്റൂമിൽ കളഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അല്ലേ? കിരണ്ണ താഴെ വാഷ്റൂമിൽ കളഞ്ഞിട്ടാണ് പോകുന്നത്. ആ പോലീസുകാർ എന്തോ പരിപാടിയാണ് കേട്ടോ. ഞങ്ങൾ ഞങ്ങളുടെ കോഴിക്കുഞ്ഞിനെ കളഞ്ഞപ്പോൾ തീവണ്ടി തീവണ്ടി കിട്ടി. അങ്ങനെ ദേ ഞങ്ങൾ തീവണ്ടി കളഞ്ഞു കളഞ്ഞിനെ കിട്ടി. എന്താ വീഡിയോ പുതിയ കണ്ടന്റില് 500 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിലെ കണ്ടന്റിന്റെ ഹീറോ. എനിക്ക് വേറെ ചാനലുണ്ട്, അതിന്റെ സബ്സ്ക്രൈബേഴ്സ് 1600. ഞാൻ നോക്കാതിരുന്നേ ചേച്ചി. ഞാൻ മര്യാദക്ക് നോക്കിയിരുന്നെങ്കിൽ എനിക്ക് അതിലും വേദന വന്നേനെ. ഞാൻ 1700 ആയിരുന്നു. അവിടുന്ന് 1600 5 വർഷമായിട്ട് ചാനൽ നോക്കാതിരുന്നിട്ട്. ഇനി വേണം സെറ്റാക്കി എടുക്കാൻ. ഇവിടെ പിള്ളേർ സെറ്റ് സ്കേറ്റിങ് ചെയ്ത് നടത്തുന്നുണ്ട്. എപ്പോൾ വന്ന് നമ്മുടെ ഇനിയത്തെ പ്ലാൻ എന്ന് പറയുന്നത് വീട്ടിൽ പോവാ. ഇനിയിപ്പോൾ വീട്ടിൽ പോയിട്ട് എന്താ ബർഗർ ഉണ്ടാക്കുക. അതിൻ്റെ പറ്റുവാണെങ്കിൽ ഇവിടെ ബർഗർ ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉണ്ടാക്കിയ നല്ല അടിപൊളി ചിക്കൻ ബീഫ് ബിരിയാണി ഇരിപ്പുണ്ട്, അതടിച്ച് കയറ്റുക. ഏതെങ്കിലും ഒരു പടം, ഒരു ചെറിയ പ്രൊജക്ടർ ഇരിപ്പുണ്ട് അവിടെ, ഏതെങ്കിലും ഒരു പടം കാണുക, കിടന്നുറങ്ങുന്നത്. ഇതൊക്കെയാണ് ഇന്നത്തെ ഇത്. തിരിച്ച് ട്രെയിനിൽ കയറാൻ പോവാണ്. ഫ്രണ്ടിൽ പോകുന്നു, ഞാൻ നടുക്ക്, ജാക്സൺ പുറകെ. Man, walk fast, man. No, walk fast. Walk fast. മുട്ടി വന്നിട്ട് walk fast പറയണോ? ചിന്ന ചിന്ന ഇങ്ങനെ നോക്കൂല. ഞാൻ വെച്ചൊക്കെ നോക്കാം. കാലി പോയി പക്ക കാലിയാ നോക്കി പോണോ? 17 ഉണ്ട്. 17:55. അയ്യോ, ഇനി സ്ട്രാറ്റ്ഫോർഡിലോട്ടുള്ള ട്രെയിൻ കയറണം. ഇത് സെൻട്രൽ ലണ്ടനിലോട്ട് തിരിച്ചു പോകുന്നത്. ലൈക്ക് നമ്മളിപ്പോൾ വന്ന സൈഡിലോട്ട്, അത് തിരിച്ച് സ്ട്രാറ്റ്ഫോർഡിലോട്ട്. ഈ സൈഡ് തിരിച്ച് സ്ട്രാറ്റ്ഫോർഡിലോട്ട്. അപ്പം അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഞങ്ങൾക്ക് എസ്കലേറ്റർ ഇല്ലാതെ പറ്റില്ല, നടക്കാൻ വയ്യ. വെസ്റ്റ് പോകുന്നുണ്ട്, ഈസ്റ്റ് പോകുന്നുണ്ട്. കിട്ടിപ്പോയി ഗൈസ്. ഇത് തന്നെ എന്ത് പറ്റി? സ്പീഡിൽ നടന്നു പോന്നേ. ക്യാമറയിൽ മുഖം കൊടുക്കൂ. ഇത്രയും നേരം കിരണ്ട് കൂടെ ഇപ്പൊ ചാനൽ കിട്ടി. കിരണ്ടെ മാറ്റി സുമാവത്തില്ല ഇവിടെ ആയിട്ട് ഇമോഷണൽ ഡാമേജ്.
കിരൺ കളഞ്ഞു പോയി. കിരൺ അങ്ങേറ്റത്തങ്ങോട്ട് ഡോറിൻ്റെ അവിടെ. അപ്പോൾ ഗൈസ്, ഇന്നലത്തെ വീഡിയോയുടെ എൻഡിങ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. എൻ്റെ ഫോണിൻ്റെ മെമ്മറി ഫുള്ളായി. ഇതുമായി പിന്നെ ഞങ്ങൾ ക്ഷീണിച്ചാണ് വന്നത് അത്രയും കറക്കം ഇതൊക്കെ കഴിഞ്ഞപ്പോൾ. പിന്നെ ജാക്കോ അതിൻ്റെ ഇടയ്ക്ക് അവിടുന്ന് ഇടയ്ക്ക് വെച്ച് ഞങ്ങളുടെ ഫൈനൽ സ്റ്റോപ്പിന് മുമ്പിലത്തെ സ്റ്റോപ്പിൽ ഇറങ്ങി ഈസ്റ്റ് ഹാം പോയി വീട്ടിലേക്ക് അച്ചാറും സാധനങ്ങളൊക്കെ വാങ്ങാൻ. നമ്മുടെ മലയാളികൾ ഈസ്റ്റ് ഹാം എന്ന് പറയുന്നത് നമ്മുടെ മലയാളികളുടെ സാധനങ്ങൾ ഫുള്ള് കിട്ടുന്നൊരു കടയാണ്. അപ്പോൾ അവിടെ പോയി സാധനങ്ങൾ വാങ്ങാൻ പോയി. പിന്നെ നമുക്കിപ്പോൾ ഈ സാധനം കണ്ട പുതിയ മൈക്ക് കിട്ടിയപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നേരത്തെയുള്ള വീഡിയോയെക്കാളും വ്യത്യാസമുള്ള അറിയാൻ പറ്റും. ഞാനും കിരണും വീട്ടിൽ വന്നു. എൻ്റെ ഫോണിൻ്റെ മെമ്മറി ഫുള്ളായി ട്രാൻസ്ഫർ ചെയ്യണം, അതിന് ചാർജ് തീർന്നു, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പം വീട്ടിൽ വന്നിട്ട് ഒരു ബർഗർ ഉണ്ടാക്കി. അതോടെ പരിപാടി കഴിഞ്ഞു. ഞാൻ കിടന്നുറങ്ങി ഫോൺ കുത്തിയിട്ടിട്ട് ഓർക്കപ്പുറത്ത്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഗൈസ്, സീ യു സൂൺ. സൈനിങ് ഓഫ്. അരവിന്ദ്.